62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന വേദികൾ വൃത്തിയും പ്ലാസ്റ്റിക് മുക്തവുമായിരിക്കണമെന്നതാണ് കൊല്ലം നഗരസഭ എടുത്തിരിക്കുന്ന തീരുമാനം. അതിനായി കർമ്മനിരതരാണ് അവർ. മത്സരം ഒട്ടുമില്ലാത്ത കലോത്സവാവേശത്തിൽ അവരും പങ്കാളികളാവുകയാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് തകർക്കുകയാണ്. ഈ കലോത്സവം മനോഹരമാക്കി തീർക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് ഈ ചേട്ടന്മാർ കൂടിയാണ്. അതായത് ഈ രാത്രിയിലും കലോത്സവം നടക്കുന്ന പരിസരം വൃത്തിയാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇവർ. എങ്ങനെയാ ചേട്ടാ ഈ ഡ്യൂട്ടിയൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ? ഞങ്ങൾക്ക് രാവിലെ വൈകുന്നേരം 5 മണി തൊട്ട് ഏകദേശം തീരുന്നിടം വരെ ഞങ്ങൾക്ക് വെളുപ്പിന് 5 മണിക്ക് അടുത്ത ഗ്രൂപ്പ് വരും. അത് കഴിഞ്ഞിട്ട് വാർഡ് ജോലിക്ക് ഇത് കഴിഞ്ഞ് വേറെ പോകണം. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ ജീവനക്കാർ കുറവാണ്, എന്നാലും അത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് സാറുമാർ നിർത്തുകയാണ്. പകൽ പിന്നെ ഈ റോഡിലെ ബാക്കിയുള്ള വർക്കും കൂടെ ഉണ്ടല്ലോ, അതിനുവേണ്ടി ഞങ്ങളെ ജോലിക്കാരെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെ നിങ്ങൾ ഈ പറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ് വേർതിരിച്ചാണോ എടുക്കുന്നത്? വേർതിരിച്ച് മാറ്റിയിട്ട് വേണം ഡംപ് ചെയ്യാൻ. ഹരിതസേന അവരൊന്നും കൊണ്ടുപോകും. ഹരിതസേന അവരൊന്നും കൊണ്ടുപോകും. ഈ ജോലിക്കിടയിലും കലോത്സവം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? അത് ഇല്ല, പറ്റുന്നില്ല. ജോലിക്കിടയ്ക്ക് അത് പറ്റുന്നില്ല. കലോത്സവം ഒന്നും കാണാൻ പറ്റുന്നില്ല. അത് നമുക്ക് തന്നിരിക്കുന്ന ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. കലോത്സവം കാണാൻ വേണ്ടി വന്നതല്ലല്ലോ, നമ്മളെ പരിപാടിക്ക് കാണാൻ വന്നില്ല. നമ്മളുടെ ജോലി സംബന്ധമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി വന്നതാണ്. ജോലി എങ്ങനെ ആസ്വദിച്ചല്ലേ ചെയ്യുന്നത്? ജോലി ചെയ്യുന്നത് ജോലിക്കൊരു സംതൃപ്തിയോടെ ചെയ്യുന്നു. നമ്മുടെ ജോലി കർത്തവ്യം കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. കൊല്ലം കോർപ്പറേഷനിലെ ജീവനക്കാരാണിവർ. രാത്രിയും പകലും ഈ ഒരു കലോത്സവം നടക്കുന്ന പരിസരം ശുചിയാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇവർ. ഈ പ്രവൃത്തിക്കിടയിൽ കലോത്സവം ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നൊരു പരാതി അവർ പറയുന്നുണ്ട്. ജോലിക്കിടയിൽ നമുക്ക് ആസ്വദിക്കാമില്ലേ പാട്ടൊക്കെ കേട്ട്? നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ചില കാണാൻ പറ്റുന്ന നമ്മളൊന്ന് ഗവനിക്കുന്നുണ്ട്. നല്ല പരിപാടികൾ ഇതൊക്കെ കാണാൻ പറ്റുന്നില്ല നമുക്ക്. ഞങ്ങൾ 14 കൊല്ലത്തിന് മുമ്പ് നമ്മൾ ബോയ്സിലുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ അവിടെ ഇതേണക്ക് വർക്ക് ചെയ്ത് രാത്രി ഷിഫ്റ്റായിട്ട് പല സെഷനായിട്ട് ഞങ്ങൾ ചെയ്തതാണ്. അതുകൊണ്ട് ഇതിനകത്ത് അങ്ങ് പോവുമല്ല, ഇതൊരു രസവുമല്ലേ ജോലി. നിങ്ങളെല്ലാവരും ഈ ഒരു പരിസരത്തുള്ള ആൾക്കാരാണോ? പരിസരത്ത് വെച്ചാൽ ഒരു 4-5 കിലോമീറ്റർ മാറി മാറി താമസിക്കുന്നവരാണ്. കൊല്ലം ആശ്രാമ മൈതാനത്തു നിന്നും ക്യാമറാമാൻ ജിഷ്ണുവിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.